കണ്ണൂർ പാനൂരിലെ മൻസൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ കൂടിയാണ്. അതായത് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കണ്ണൂർ പാനൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകത്തിലെ രണ്ടാം പ്രതിയായ രതീഷ് കോലോത്ത് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നുള്ളതാണ്. അതായത് കേസിൽ പോലീസ് ഭാഷ്യമടക്കം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ FIR-ൽ രണ്ടാം പ്രതിയായിട്ടുള്ള രതീഷ് കോലോത്ത് തൂങ്ങി മരിച്ചു അഥവാ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത. നിർണായകമായ കേസിൽ ഒരു പ്രതി മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഷിനോസ് ആണ് അറസ്റ്റിലായത്. ഷിനോസിനെ പോലീസ് ചോദ്യം ചെയ്യലിന് ശേഷം റിമാൻഡിൽ വിടുകയായിരുന്നു. ഷിനോസിന്റെ മൊബൈലിൽ നിന്ന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന ഗൂഢാലോചനയുടെ വിവരങ്ങൾ തന്നെയാണ്. അതായത് 11ഓളം പ്രതികൾ നേരിട്ട് മൻസൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുകയും 14ഓളം വരുന്ന പ്രതികൾ ഗൂഢാലോചനപരമായി നേരിട്ടല്ലാതെ ഇടപെടൽ നടത്തുകയും ചെയ്തു. എന്നാൽ 25ഓളം വരുന്ന പ്രതികളുള്ള കേസിൽ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ഒരാൾ മാത്രമാണ് എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ട വിഷയവും കൂടിയാണ്. പലരും ഒളിവിൽ പോയി എന്നുള്ള വാർത്തകൾക്കിടയിലാണ് രതീഷ് കോലോത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നുള്ളത്. കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഞെട്ടലോട് കൂടി വന്ന ഒരു കൊലപാതകം തന്നെയാണ് മൻസൂറിന്റെ കൊലപാതകം. അതായത് വീണ്ടും കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം തുടങ്ങാൻ വേണ്ടി പോകുന്നു എന്നുള്ള സൂചനയാണോ മൻസൂറിന്റെ കൊലപാതകം എന്നുള്ളത് വരെ വലിയ രീതിയിൽ ഉയർന്നു വന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ കണ്ണൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത് രതീഷ് കോലോത്ത് തൂങ്ങി മരിച്ചു അഥവാ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. മൻസൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മറ്റുള്ള പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഭാഷ്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.